സന്തോഷം. നീ കണ്ടു ഒന്നും ഞങ്ങളോട് കണ്ണു നോക്കിയിരുന്നേ. എന്റെ വായിലെന്നെ അമ്മയെ ഞാൻ അടിച്ചു കയറ്റിച്ചിരുന്നു. അല്ലോ വാത്തോന്ന് പറയടി. അനു വല്ലതും പറഞ്ഞുണ്ട്. എടി ഞാൻ എന്ത് പറയാ നോക്ക്. അമ്മ കുക്കി എന്നോട് മിണ്ടുന്നില്ലടി. കുക്കി നീ ഒന്ന് മിണ്ടടി എന്നോട്. ഞാൻ അറിയാണ്ടാ കുക്കി. ഞാൻ മനഃപൂർവ്വമല്ല, ആ സാഹചര്യം. നിർത്തടി. അയ്യോ അവള് രണ്ടുപേരും ആക്ടിങ് കണ്ണും നോക്കി കളി. അയ്യോ എന്തൊക്കെയാണ്, എന്തെല്ലാം കളി അവൻ്റെയൊക്കെ. എന്നിട്ട് കൊടുക്കത്തൊരു നാടകാവേട്ടാ. എന്റെ പൊന്നു എടി എന്നോട് ക്ഷമിക്ക എന്റെ പൊന്നു നോക്കി. നീ അങ്ങനെ മാത്രം പറയരുത്. നിന്റെ ചേട്ടൻ അങ്ങേരെ എന്നെ കുപ്പിയിലായിട്ടാടി. അങ്ങേര് കണ്ണും കാലും കൈയും കാണിച്ച് എന്നെ വളച്ചെടുത്തതാടി കുപ്പി. നീ എന്നോട് ക്ഷമിക്കടി. എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നോട് പറയരുതെന്ന്. അതുകൊണ്ടാടി. മതി ഓക്കെ. നീ എന്നോട് ക്ഷമിച്ചെന്ന് പറ, എന്നാലേ ഓക്കെ ആവുള്ളൂ. സത്യമായിട്ടും കുപ്പി എന്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് പറയാതിരുന്നു. സോറി. അതെന്തോ ആവട്ടെ, നിങ്ങൾ സെറ്റായിട്ട് എത്ര നായി? ഫസ്റ്റ് അത് പറ. ലവ് സ്റ്റോറി കേക്കട്ടെ. ഞങ്ങൾ സെറ്റായിട്ട് 2 years. എടി പാമ്പി 2 years. ചെറിയൊരു കയ്യാവ്. അതെന്നായാലും കൊള്ളാം കേട്ടാ. ഇതിപ്പോ എന്തായാലും നാത്തൂന് അടിപൊളി കോംബോയാ. എന്തായാലും കൊള്ളാം രണ്ടുപേരും. ഓക്കെ, നീ എന്നോട് പിണക്കാണോ? ഞാൻ നാത്തൂനോട് ഇഷ്ടമല്ലേ? സോറി എടി. നിനക്ക് എന്താ അടിവണ്ണേ? നീ എൻ്റെ നാത്തൂനോട് പറഞ്ഞാൽ എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് സന്തോഷമുള്ളു. എന്നാലും നിനക്കെന്നോട് പറയാമായിരുന്നു. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും ഓക്കെ, എനിക്ക് കൂട്ടായല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. ശരിക്കും നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ? സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ചക്കര. താങ്ക് യു സോ മച്ച്. സറങ്ങിയോ? ഓക്കെ. വടീനൊക്കെ ചിലവ് വേണം. പിന്നെ വേറൊരു കാര്യം, താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. അവനെനിക്കൊന്ന് കാണണം. ആ തിരുമാലീന്, ആ കാമദേവൻ എനിക്കൊന്ന് കാണണം കേട്ടോ. രണ്ടും കൂടെ ഒപ്പിച്ച് വെച്ചതിന് അവനിട്ടൊരു ചെറിയ പണി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് അദ്വികയെന്നല്ല. എടി കുക്കി പാവോടി. ചേട്ടാ അറിയാതെയല്ലേ, നീ ഉപദ്രവിക്കുകയും ചെയ്യല്ലേ എടി. പ്ലീസ് അടി പ്ലീസ്. അതെന്തോ ആടി പോടെ. അവൾ ഉപദ്രവിക്കുന്നു, നീ ചുമ്മാ ഇരിക്കുക. അങ്ങനെയൊന്നുമില്ല. ഇല്ല, നീ ആ കുക്കി പറയട്ടെ. അവൾ പറയാൻ നീ വിശ്വാസമാവില്ല കുക്കി. ഓക്കെ, ചെയ്യൂല. ശരിക്കും ചെയ്യൂലേ? അയ്യോ നാത്തൂന് സ്നേഹം പിന്നല്ലാതെ എന്റെ സ്വന്തം നാത്തൂനല്ലേ. ഓടി അവിടെ ചക്കരമുണ്ടേ. അനു എടി, ഞാൻ ഈ ബുക്ക് ഉണ്ടല്ലോ, ആ പുതിയ പ്രൊഫസർ അജയൻ സാറിൻ്റെ ക്യാബിനിൽ കൊണ്ടുവച്ചിട്ടോട്ടെ. അയാൾ പറഞ്ഞിട്ട് ഈ ബുക്ക് അവിടെ വയ്ക്കാം. നീ വെക്കോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. എടി അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് എന്നാ പോകണ്ട, ഞാനും വരാന്ന്. നമുക്കൊക്കെ കൂടെ ഒത്തുപോവാ. എന്തേ നീ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഒത്തുപോവാ. അമ്മ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോയിട്ട് പോവാം. എൻ്റെ പൊന്നു വേണ്ട, ഞാൻ പോയിട്ട് ഇപ്പോൾ വരത്തില്ലേ. നിനക്ക് എന്തുവാ? ഡാനി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. നീ ഇങ്ങോട്ട് ചെന്നേ, ചെല്ലു പോയിട്ട് വാ. ഓക്കെ, എന്നാ വേഗം പോട്ടോ. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ക്യാനിലോട്ട് വന്നാൽ മതി കേട്ടാ. എൻ്റെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങരുത് കേട്ടല്ലോ. ഇങ്ങോട്ട് വന്നോണം. ആടി ഓക്കെ, നിങ്ങൾ വിട്ടോ, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറും പൊട്ടിച്ചോണ്ട് വരും. ചെല്ലേ അടക്കം. ഞാൻ എന്നാലും പോയിട്ട് വരട്ടെ. ഞങ്ങൾ ക്യാമ്പിലോട്ട് എങ്ങ് പൊക്കോ. ഓക്കെ ശരി, ഞാനിവിടെ വന്നേനെ. പോയിട്ട് വാ എന്തായാലും. സാർ മേ കമിൻ? സാറ് എന്നോട് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, ഞാൻ വന്നോട്ടെ. ഇതാര്? അദ്വികയോ? കമ്മിങ്. താൻ കയറുവാ. തനിങ്ങനെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തനിക്ക് പോകണം, കയറി വരാം. കമ്മിങ്. സാർ, ഞാൻ ഈ ബുക്ക് വെക്കാൻ വന്നതാ. ഈ ബുക്ക് ഇവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ആ ഷെൽഫിൻ്റെ അപ്പുറത്തേക്ക് അവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ. അവിടെ വെച്ച് അത് ഫിൽ ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ സാർ, ഞാൻ അവിടെ വെച്ചോളാം.
സാർ സാർ എന്തിനാ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചേക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഓ സോറി അധികം സോറി ഞാൻ അറിയാണ്ട് കയറിപ്പിച്ചതാടോ. സോറി വേറെ ഒന്നും വിചാരിക്കില്ലാടോ. റിയലി സോറി. ഞാൻ ആ പേപ്പർ സമയത്ത് അറിയാണ്ട് പിടിച്ചതാടോ സാർ. അല്ല നേരം വിചാരിക്കരുത്. ഇറ്റ്സ് ഓക്കെ സാർ. സാർ എന്തായാലും ഞാൻ അതവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ക്ലാസ്സിൽ പോവാം. ശരി സാർ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. ഓക്കെ ബൈ. പേടിച്ച് പോയടാ. നിന്നെ കാത്തിരിക്കാൻ എനിക്ക് വയ്യാത്ത വെക്കാം. I can't wait anymore. ഇയാളെന്ത് തേങ്ങ അവിടെ കാണിച്ചേ? ഇയാൾ അറിയാണ്ട് കൈ പിടിച്ചിട്ടാണോ? സംതിങ് ഈസ് റോങ്. എന്തുവാടി കിടന്ന് എന്തുവാ അതുക? രാവിലെ തന്നെ ഒറ്റ സംസാരിക്കും. പിരി ഇളവിയോ? അല്ല, പിരി ഓൾറെഡി ഇളവിയിട്ടുണ്ട്. സാർ സാറിൻ്റെ പാടേക്ക് പോയത്. സാറിന് ഇപ്പം എന്തുവാ വേണ്ടേ? ചുമ്മാ എന്നെ ഇരട്ടിക്കാൻ വന്നേക്കും. ഞാൻ പോവാം. വന്നേക്കും അയാൾ. നിക്കടി അവിടെ, ഇങ്ങോട്ട് വാ. സാറത് എന്തും ഭാവിച്ച മുറം തിരിഞ്ഞ് അടുത്തേക്ക് വരുന്നേ? എന്താ നിനക്ക് പേടിയാവുന്നുണ്ടോ? നിന്റെ ഹാർട്ട് എന്തിനാ ഇത്രയും വീരിട്ടടിക്കുന്നേ? അതുക എന്താ? അതുക സ്വപ്നം കണ്ട് കഴിഞ്ഞോ? അത് ഞാൻ അറിയാണ്ട്. അല്ല അതാഴട്ടെ, നീ ഇത് എവിടെ നിന്നാ ഈ കുറ്റിയമ്പറച്ചിട്ട് ഓടി വരുന്നേ? അതും പോട്ടെ, നീ എന്താ കോളേജിൽ സ്റ്റഡി ട്രിപ്പിന് വരില്ലെന്ന് പറഞ്ഞ്? എല്ലാവർക്കും ബാധകമുള്ളതാ. സാർ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതാ ഞാൻ. എന്ത് താല്പര്യമില്ലെന്ന്? മര്യാദ നീ വന്നോണം. വന്നില്ലെങ്കിൽ നിന്റെ ഇന്റർണൽ മാർക്സ് ഞാൻ കട്ട് ചെയ്യും കേട്ടല്ലോ. അവൾക്ക് മാത്രം ഒരു പരിഗണന. മര്യാദക്ക് വന്നോളൂ. എല്ലാ കുട്ടികളും നിന്നെ പോലെ തന്നെ വന്നേക്കണം. വന്നില്ലെങ്കിൽ കേട്ടല്ലോടി. ഇയാൾക്കെന്തുവാ ജിം കയറിയോ? അന്യനാന്തോ ഇയാള്? അയ്യോ പോയില്ലേ? കാല അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈശ്വരാ, ഞാൻ്റെ പോയി തിന്നു ഇപ്പം. എന്നാ ശരി. ഓ തിന്ന്. ശരി സാർ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. ശരി എന്നാ ഞാൻ വരാം. അറേ മര്യാദക്ക് വന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ ഇന്റർണൽ മാർക്സ് സ്വാഗ കേട്ടല്ലോ. ശരി, ഞാൻ വന്നോളാം. പാവം ഒരു പൊട്ടി പെണ്ണ് തന്നെ. ഞാനെന്ത് തേങ്ങയെ പറഞ്ഞു? നിനക്ക് എന്താ കൂട്ടാ? നോ ഡോണ്ട് ഡു ദിസ്. ഓ മൈ ഗോഡ്. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞു. ഇനി നാളെ കഴിഞ്ഞ സ്റ്റഡി ട്രിപ്പ്. നാളെ ലീവാണല്ലോ. അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാം. നീ ഒരു ട്രിപ്പിന്? പിന്നെ ഞാൻ വരാതെ ഓഫ്കോഴ്സ് ഞാൻ ഉണ്ടാവും. അടിപൊളി കുക്കി. അപ്പൊ നീ ഉണ്ടാവത്തില്ലേ ട്രിപ്പിന്? ഞാനേ ഉണ്ടാകും. വരാണ്ട് പിന്നെ എങ്ങനെ വന്നല്ലേ പറ്റൂ. അല്ലെങ്കിൽ കോലന്മാരിലവിടെ എൻ്റെ മണ്ടേ കറി നിർത്താവും. അത് പോട്ടെ. ലവനിട്ടൊരു പണിയുണ്ട്. നീ വിളിച്ച ഫോൺ എടുക്കരുത് കേട്ടല്ലോ. ഇല്ലടി, ഞാൻ എടുക്കത്തൊന്നുമില്ല. നിങ്ങൾ അടയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ചക്കൊടു ഓടി. ഏതാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിനക്കും കിട്ടും അവനും കിട്ടും. ഇവളിത് എന്തുവാ ഇത്? ഞാൻ എന്നതായിട്ട് അറിയുന്നത്? ആരെയൊക്കെ എന്തോ ആയിക്കോ. ഞാൻ പറയുന്നില്ല അയാളോട് പോരെ. അയാളെന്നോ ചക്കട് പണി കൊടുക്കില്ലേ? പൊടി പണികളെ. എന്തോ ആ ഇരിക്കുന്ന സാധനം മുഴുവനും കഴിച്ചിട്ട് 2 ഉളം എണീറ്റാൽ മതി കേട്ടല്ലോ. നിനക്ക് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കി 2 തിന്നാതെ പറക്കാനാണെങ്കിൽ ബാക്കിയുള്ള നാണം കെട്ടാൽ മതി. മഴയൊക്കെ അത് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ ചേട്ടാ. കഴിക്കാതെ അവല്ല എണീക്കും, എന്റെ തനിക്കുളം നീ കാണും കേട്ടോ. അമ്മ എനിക്കതൊന്നും വേണ്ട, എനിക്ക് വിശക്കൊന്നുമില്ല. ചിരിയടി, എന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. മഴ കഴിയടിയിരുന്നു. ഞാൻ കഴിക്കാം.
കഴിച്ചു അല്ലെങ്കിൽ അമ്മ കൊല്ലു. ചേട്ടാ കോളേജിൽ എന്തൊക്കെയൊരു വിശേഷം? അത് നല്ല സന്തോഷത്തിലാണല്ലോ. അതേ ആരെങ്കിലും നിന്നെ തളിച്ച് കൊന്നുകൂടി നീ? ഒന്ന് പോമ്മ, എന്റെ കോളേജിലൊന്നുമല്ല. പിന്നെ സന്തോഷിക്കാതിരിക്കോ? എന്റെ ചങ്ങിന്റെ പെണ്ണുങ്ങളല്ല, നാളെ നമ്മൾ അനുവിന് പെണ്ണുങ്ങളെ ചെക്ക കൂട്ടര് വരുന്നുണ്ട്. എന്തുവാടാ? എടാ പതുക്കെ കഴിക്കി, നിന്റെ മണ്ടേ കയറി നീ ചാവു. എന്തായാലും ചുറ്റുകളിയിലുണ്ടോ? കിടന്ന് പിരിവുള്ളൂ, തറയെ നോക്കി തിന്നേർക്കാ. അതെന്നാ നിനക്ക് എന്താ അജു? എടാ പതുക്കെ തിന്നജു, നിനക്ക് എന്നാ? എനിക്കൊന്നുമില്ല, ഞാൻ അറിയാണ്ട് തീ കൊണ്ടിരുന്നു. എന്തോ ചുറ്റുകളി ഉണക്കുന്നുണ്ട്, കണ്ടുപിടിക്കും ഞാൻ. കേടല്ലോ എന്റെ കോഴിത്തര നിന്റെ തല ഞാൻ അടിച്ച് ഒട്ടിക്കും. ഒന്ന് പോവാ, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഒന്നിച്ചു പോയേ. ഞാൻ പോവാ, എനിക്ക് മതി, ഞാൻ പിന്നെ വരാം. നീ കൊറേ വെള്ളം കുടിക്കോടാ. ഓ ഇവളെന്നാ എടുക്കാത്തെ? നീ അവളെ പെണ്ണ് കാണല് വല്ല തന്നെയാണോ? ദൈവമേ, ഇനി അവളെ വരെ അടിച്ചിട്ട് പോവോ? ഇനി എന്നാ ചെയ്യും? എന്താ അവളെ വീട്ടിലെ മതിൽ വേണം, അല്ലാതെ എന്ത് ചെയ്യാൻ? അവളെ കണ്ടേ പറ്റൂ. ആരെങ്കിലും പൊക്കോ? പൊക്കണേ പൊക്കട്ട്, അവളെ അളിയുണ്ടല്ലോ, അല്ല എന്റെ അളിയുണ്ടല്ലോ, അത് മതി. എന്റെ ദേവിയെ, ഇവിടുത്തെ പൂതനാണ് എണിക്കരുതേ. അമ്മേ എനിക്ക് വയ്യ, ആരെങ്കിലും എണിക്കോ? ഇതൊക്കെ എന്തിനാ അവിടെ കെട്ടിപ്പറക്കി വെച്ചേക്കുന്നെ? പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അമ്മേ എന്നാടി പുഷപ്പ് എടുക്കാൻ വേണ്ടി സമ്മതിക്കാതെ? നിനക്ക് എന്നാടി ഉറക്കൊന്നുമില്ലേ? എന്നാടി നിനക്ക് ഉറക്കൊന്നുമില്ലേ? നീ ഇതെങ്ങോട്ടാടാ ബുദ്ധിമുട്ടത്തോണ്ട് പോണേ? ഓ നാളെ അനുവിന്റെ പെണ്ണുങ്ങളല്ലേ, അതിന് കാമുകം കൂടെ പോവായിരിക്കും അല്ലേ? കണ്ണുങ്ങൾ വെളി ഊരി വരും, എല്ലാം കൈയോടെ പൊക്കി, എല്ലാം സത്യം സത്യം പോലെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പോ. ഓക്കെ, എന്നാ ഞാൻ എന്റെ പോരാളിയെ വിളിക്കാം. പോരാളി എന്ന് ചോദിക്കും. എന്റെ പൊന്നു കുക്കി, എന്നാ പറ. പറയാം, ഞാൻ എല്ലാം പറയാം. പോരെ, അവരെ വിളിക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ, എന്നാ എല്ലാം തത്ത പറയും പോലെ മര്യാദക്ക് പറ. തത്ത പറയും പോലെ വെച്ചാ തത്ത പറയുമ്പോ തത്ത പറയും പോലെ പറ. അങ്ങനെയാണോ പറയണ്ടേ? അല്ലടാ, അങ്ങനെയാണോ പറയണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത് തത്ത പറയുന്ന അങ്ങനെയല്ല. അല്ല ജോ, എന്റെ എണ്ണ ഇപ്പൊ കാണിച്ചാൽ തത്ത എങ്ങനെയാ പറയുന്നേന്ന്? എങ്ങോട്ടാ എല്ലാവരോട് ഓടുന്നേ? തീർന്നിട്ടില്ല, പോവാൻ വരട്ടെ, ഒരാളോട് വരട്ടെ. ഡേയ് കേറി വാ. യെസ് അണ്ണേ. ഓ എന്നാ കോലാടി. எப்படி இருக்கு நூலுக்கு? നന്നായിച്ച് വിളിക്കണ്ട. ഓ താങ്ക് യു സോ മച്ച്. ഓ എന്റെ പൊന്നു നന്നായിച്ചു. ഓടമാക്കറി. അപ്പോ കാര്യത്തിലേക്ക് എടുക്കാമല്ലോ. എന്നെ വിളിച്ച് എന്നെ അഭിമാനിച്ചു തരുന്നെങ്കിൽ ഓക്കെ. അവന് ചെറിയ വെറുപ്പിക്കാൻ വന്നില്ല. മര്യാദക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പുളിവാറിട്ട് ഞാൻ അടിക്കും കടല എല്ലാവരും. അതെ തന്നെ, സബ്സ്ക്രൈബർ മര്യാദ പോകണം കടലാ. എന്നെ സംസാരോടാ ആമ്പിള്ളേര്. എന്റെ പൊന്നു ചെറിയ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവളുമാര് പലതും പറയും, കഞ്ഞി മുട്ടിക്കരുത് കേട്ടോ. അപ്പൊ ചെറിയ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം.